Hi everyone, welcome to Learnwise. മുടങ്ങിപ്പോയ നിങ്ങളുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള ഫുൾ കോച്ചിങ് സപ്പോർട്ടാണ് കേരളത്തിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമായ ലേൺവൈസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സാണ് ലേൺവൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. 13 ഡിഗ്രി പ്രോഗ്രാംസിനും 5 PG പ്രോഗ്രാംസിനുമുള്ള ഫുൾ കോച്ചിങ് സപ്പോർട്ട് നമ്മളിവിടെ ലഭ്യമാക്കുന്നുണ്ട്. സോ ലേൺവൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ജൂലൈ 2023 അഡ്മിഷൻ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ജൂൺ 30 വരെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഫ്രഷ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കിവിടെ പുറകിൽ കാണാം, ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഹോം, അബൌട്ട് ഇഗ്നോ, രജിസ്റ്റർ ഓൺലൈൻ, സ്റ്റുഡൻറ്റ് സപ്പോർട്ട്, റീജിയണൽ നെറ്റ്വർക്ക്, കോൺടാക്ട് ടാക്സ് തുടങ്ങിയുള്ള 6 ഓപ്ഷൻസ് കാണാം. ഇതിൽ രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ള ഈ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് മൗസ് നമ്മൾ നീക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫ്രഷ് അഡ്മിഷൻ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാം വെൽക്കം ടു അഡ്മിഷൻ പോർട്ടൽ ഫോർ ODL പ്രോഗ്രാംസ് ജൂലൈ 2023 അഡ്മിഷൻ സൈക്കിൾ എന്ന് മുകളിൽ കാണാം. ഓക്കെ, സോ നമ്മുടെ ODL പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ പോർട്ടലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ജൂൺ 30 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസാന തീയതി എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ബ്ലൂ ബോക്സിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് കടക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അഥവാ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓൾറെഡി ന്യൂ രജിസ്ട്രേഷൻ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും താഴെ കാണാം നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ അടക്കമുള്ള കർമ്മങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ എടുക്കാത്തവരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെയാണ് പൂർത്തിയാക്കുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ ഓപ്പൺ ആയപ്പം ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിൽ 5 ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ആദ്യത്തേൽ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സിലുള്ള സെയിം കാര്യങ്ങൾ തന്നെ, അതേ ഡീറ്റെയിൽസും പേരും തന്നെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്തും സമർപ്പിക്കേണ്ടത് എന്നാണ്. ഒരു രീതിയിലുള്ള തെറ്റുകൾ വരാൻ പാടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും +2 സർട്ടിഫിക്കറ്റിലും എന്താണ് പേരും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് അത് തന്നെ ഇവിടെയും സമർപ്പിക്കുക. കൂടാതെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സിലായിരിക്കും എന്ത് വരിക, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID വേണം ഇവിടെ സമർപ്പിക്കേണ്ടതായിട്ട്. സ്വന്തമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് മാത്രമല്ല മൊബൈൽ നമ്പറും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. മാക്സിമം നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സമയത്തിന് നിങ്ങൾക്ക് കാര്യം അറിയണമെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തമുള്ളതായിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, 4ാമത്തെ പോയിന്റ് പറയുന്നു ദ ഇമെയിൽ അഡ്രസ് പ്രൊവൈഡഡ് ബൈ ദി ആപ്ലിക്കൻറ്റ് മസ്റ്റ് ബി ഫങ്ഷണൽ ആൻഡ് ദി ആപ്ലിക്കൻറ്റ് മസ്റ്റ് ഹാവ് ആക്സസ് ടു ഇറ്റ് ത്രൂ ദി അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സോ ഇതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ മൊബൈൽ നമ്പറും ഇവിടെ ആഡ് ചെയ്യണമെന്നാണ് പിന്നെയും പറയുന്നത്. 5ാമത്തെ പോയിന്റ് പറഞ്ഞു ആപ്ലിക്കൻസ് ആർ എൻകറേജ് ടു യൂസ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ഫോർ ഫില്ലിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്നില്ല, ഏതിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ രജിസ്ട്രേഷൻ ഫോമിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, ആപ്ലിക്കൻറ്റിൻ്റെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്, ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, ഇമെയിൽ അഡ്രസ്സ് റീ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പാസ്വേഡ്, റീ എൻ്റർ പാസ്വേഡ്, മൊബൈൽ നമ്പർ, റീ എൻ്റർ മൊബൈൽ നമ്പർ, ശേഷം ക്യാപ്ച. ഇത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ലോഗിൻ ആൻഡ് അപ്ലൈ ഇൻ പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ രജിസ്ട്രേഷൻ കർമ്മം കൃത്യമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഏറ്റവും താഴേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്ത് ഇരിക്കുകയാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം ഇരുത്തി വായിച്ച് നോക്കണം കേട്ടോ. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരുപാട് ക്രൈറ്റീരിയയിലൊക്കെ നമ്മൾ കടക്കും. സോ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫീ ഡീറ്റെയിൽസ്, ഡ്യൂറേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഏത് കോഴ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. നിങ്ങളുടെ എലിജിബിലിറ്റി ഓക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യണം. പിന്നെ പറയുന്ന കോമൺ പ്രോസ്പെക്ടസ് മാക്സിമം ഡൗൺലോഡ് ചെയ്തിട്ട് മുഴുവൻ കാര്യങ്ങൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ കോമൺ പ്രോസ്പെക്ടസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ലഭ്യമാണ്.
സോ റൂൾസ് ഓഫ് യൂണിവേഴ്സിറ്റി അതിൽ സെക്ഷൻ 6 അതിന് പുറമെ 1, 7, 8, 9, 12, 13 എന്നിവയൊക്കെ ഈ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം പറയുന്നത് പ്രധാനപ്പെട്ട നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനോരോ സൈസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത്ര സൈസിനുള്ളിൽ പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതായത് ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 100 KB താഴെ സൈസ് ആയിരിക്കണം, സിഗ്നേച്ചർ ആണെങ്കിൽ 100 KB താഴെ, ഏജ് പ്രൂഫ് 200 KB താഴെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 200 KB താഴെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 200 KB താഴെ, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 200 KB താഴെ, അതുപോലെ പോവർട്ടി ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ 200 KB താഴെ. പിന്നെ ഫീ പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഇതിനുശേഷം ഐ ഹാവ് റെഡ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ അഗ്രി ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സബ്മിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 8 സ്റ്റേജുള്ള ഈ പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൻ്റെ പേര് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നൊരു സ്റ്റേജാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നെയിം കാണാം. നമ്മൾ ആഡ് ചെയ്യേണ്ടത് മദേഴ്സ് നെയിം, നെയിം, ഗാർഡിയൻ്റെ നമ്മളുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ആഡഡ് അല്ലാത്തതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മദേഴ്സ് നെയിമിന് ശേഷം ഗാർഡിയൻ റിലേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അവിടെ ഫാദേഴ്സ് ഉണ്ട്, മദേഴ്സ് ഉണ്ട്, ഹസ്ബൻഡ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഗാർഡിയൻ്റെ നെയിം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അൺറിസർവ്ഡ് എന്നുള്ളതുണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, OBC ഉണ്ട്, OBC നോൺ ക്രീമി, ക്രീമി ലേയേഴ്സ് ഉണ്ട്, പിന്നെ EWS അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനുശേഷം ജെൻഡർ ആണ് ചോദിക്കുന്നത്. A1 മെയിൽ ആണ്, B2 ഫീമെയിൽ, C3 ട്രാൻസ്ജെൻഡർ. നിങ്ങളുടെ ജെൻഡർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ശേഷം സിറ്റിസൺഷിപ്പ് ആണ് ചോദിക്കുന്നത്. ഓൾറെഡി ഇന്ത്യ ആണ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് ടെറിട്ടറി ഏരിയ ആണ് ചോദിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അർബൻ, റൂറൽ, ട്രൈബൽ എന്ന് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ മൈനോറിറ്റി സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്. അതിൽ നോ ആണോ യെസ് ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ഫീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിലീജിയൻ ചോദിക്കുന്നുണ്ട്. റിലീജിയൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജെയിൻ, ബുദ്ധിസ്റ്റ്, പാഴ്സി, ജ്യൂസ്, അതർ എന്നുള്ള അത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു അവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മതമൊന്നുമില്ലെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻസും കൊടുക്കാം. ഇനി മാരിറ്റൽ സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. സോഷ്യൽ സ്റ്റേറ്റസ് ചോദിക്കുന്നു. അതിൽ എക്സ് സർവീസ്മെൻ വിഭാഗത്തിൽ പെടുന്നവരാണോ, കാശ്മീരി മൈഗ്രൻ്റ് ആണോ, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. ഇതിൽ മുകളിൽ പറഞ്ഞ രണ്ടിലും അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ നിങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ മെയിൽ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ മെയിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ള പേടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ഫീഡ് ചെയ്യാം. അത് നിർബന്ധമുള്ള കാര്യമില്ല, വേണമെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഇമെയിൽ ആഡ് ചെയ്യാം. അതുപോലെ മൊബൈൽ നമ്പറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഒരു എക്സ്ട്രാ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അതർ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതർ ഡീറ്റെയിൽസിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആപ്ലിക്കബിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഡിസബിലിറ്റി ഉള്ളവർക്കുള്ളതാണ്. അപ്പം ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെന്താണ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്. അൺഎംപ്ലോയിഡ് ആണോ, IGNOU റെഗുലർ എംപ്ലോയി ആണോ, എംപ്ലോയിഡ് ആണോ, KVS എംപ്ലോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റസ് ആണോ നിങ്ങൾക്ക് വരുന്നത് അത് കൊടുക്കാം. ഇനി സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ആണ്. സ്കോളർഷിപ്പ് എമൗണ്ട് ഇവിടെ കൊടുക്കാം. സ്കോളർഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഫാമിലി ഇൻകം കൊടുക്കാം. അതുപോലെ ബിലോ പോവർട്ടി ലൈൻ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. സോ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്ത എല്ലാത്തിൻ്റെയും ഒരു സമ്മറി നമ്മൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രീവിയസ് പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കാം. സോ ഞാനിവിടെ നെക്സ്റ്റ് അടിക്കുകയാണ്. സോ രണ്ടാമത്തെ സ്റ്റേജാണ് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതാണ് ബാച്ചിലർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, മാസ്റ്റർ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് എടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ ബാച്ചിലർ സെലക്ട് ചെയ്തു. മോഡ് ഓഫ് സ്റ്റഡി ആണ് ചോദിക്കുന്നത്. ODL എന്നുള്ള ഓപ്ഷൻ മാത്രമാണുള്ളത്, നമുക്കറിയാമല്ലോ ODL മാത്രമാണുള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ സെലക്ട് പ്രോഗ്രാം ഫോർ എൻറോൾമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമിലാണ് പെടുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക? ഞാനിവിടെ ഹിന്ദി സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. ഹിന്ദി സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം റീജിയൻ കോഡ് ഫോർ അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. റീജിയൻ കോഡ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഏതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ കൊച്ചിൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റീജിയൻ കോഡ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി പ്രോഗ്രാം സ്റ്റഡി സെൻറ്റർ കോഡാണ് ചോദിക്കുന്നത്. അപ്പം ഈ കൊച്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റഡി സെൻറ്റർ കോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ CMS കോളേജ് എടുത്തു. ഇനി മീഡിയമാണ് ചോദിക്കുന്നത്. ഹിന്ദിയാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് നമുക്ക് ഹിന്ദി എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനെ
അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ചോദിക്കുന്ന ആർ യു ഓൾറെഡി സ്റ്റുഡൻറ്റ് ഓഫ് IGNOU ഫോർ ദി പ്രോഗ്രാം. നിങ്ങൾ ഓൾറെഡി IGNOU സ്റ്റുഡൻറ്റ് ആണോ അല്ലെന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ ആണെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇത്രയും കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. സോ ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് മുന്നിൽ ഓപ്പൺ ആയി വരും. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തതിനു ശേഷം ഓക്കെ ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. തേർഡ് സ്റ്റേജ് ആണ് റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് ഏറ്റവും ആദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ 10 ഓർ +2 ഓർ ഈക്വലൻ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമാണുള്ളത്. കാരണം നമ്മൾ ഡിഗ്രിക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെലക്ട് മെയിൻ സബ്ജക്ട്, നമുക്കറിയാം ഹിന്ദിയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. ഡിവിഷൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതാണ് ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ, പാസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഏതാണോ നമ്മുടെ ഡിവിഷൻ വരുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ്. ഇവിടെ നമുക്കറിയാം 30% ആണല്ലോ പാസ് മാർക്ക് വരുന്നത്. അത് സെലക്ട് ചെയ്യുന്നു. പിന്നെ ബോർഡ് കോഡാണ് ചോദിക്കുന്നത്. ബോർഡ് കോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബോർഡ് കോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ KU യൂണിവേഴ്സിറ്റി ഓഫ് കേരള എടുത്തിട്ട് ഇരിക്കുകയാണ്. ബോർഡ് കോഡ് വരുന്നത് 1401 ആണ്. ഇനി ബോർഡ് റോൾ നമ്പർ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. അതുപോലെ തന്നെ NAD യൂസർ നെയിം ചോദിച്ചിട്ടുണ്ട്. NAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അക്കാദമിക് ഡെപ്പോസിറ്ററി ആണ്. അപ്പോൾ അതിൻ്റെ യൂസർ നെയിമും കാര്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ NAD സർട്ടിഫിക്കറ്റ് ID ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ആയതിനു ശേഷം നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എഡിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നേരെ നെക്സ്റ്റ് അടുത്ത ഓപ്ഷനിലേക്ക് കടക്കാം. അടുത്ത സ്റ്റേജ് ആണ് സ്റ്റേജ് നമ്പർ 4, കോഴ്സ് സെലക്ഷൻ ഫോർ BHDH ആണ് നമ്മുടെ കോഴ്സ് കോഡ്, ഹിന്ദിയുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പം കോഴ്സ് സെലക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ 1 പറയുന്നതാണ് ഓപ്റ്റ് ഫോർ റിസീവിംഗ് ദ സ്റ്റഡി മെറ്റീരിയൽ ഇൻ ഡിജിറ്റൽ ഫോം ആൻഡ് അവൈൽ 50% ഡിസ്കൗണ്ട് ഇൻ പ്രോഗ്രാം ഫീ. അപ്പോൾ 15% പ്രോഗ്രാം ഫീ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഡിജിറ്റൽ ആയുള്ള രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആവണമെങ്കിൽ ഓപ്ഷൻ 1 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഓപ്ഷൻ 2 ഉണ്ട്. എന്താണ് ഓപ്ഷൻ 2 പറയുന്നത്? ഓപ്റ്റ് ഫോർ റിസീവിംഗ് ദ സ്റ്റഡി മെറ്റീരിയൽ പ്രിന്റഡ് ഫോം. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോമാണ് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പ്രിന്റഡ് ഫോമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള കോഴ്സുകളും കാര്യങ്ങളും നോക്കുകയാണ്. 3 കമ്പൽസറി കോഴ്സുകൾ വരുന്നുണ്ട്, നമുക്കിവിടെ കാണാം. അതുപോലെ ഒരു ജനറിക് എലക്റ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് 4ാമത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജനറിക് എലക്റ്റീവ് എടുക്കാം. ഞാൻ ഫോർ എക്സാമ്പിൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് എലക്റ്റീവായിട്ട് എടുത്തുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എലക്റ്റീവ് ചൂസ് ചെയ്യാം. സെമസ്റ്റർ 2ലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ 3 കമ്പൽസറി കോഴ്സുകളും ഒരു എലക്റ്റീവ് ആണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എലക്റ്റീവ്, ഞാൻ ഫോർ എക്സാമ്പിൾ ഫിലോസഫി ഓഫ് റിലീജിയൻ ആണ് എലക്റ്റീവ് എടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെയും സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സോ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം എല്ലാത്തിൻ്റെ ഒരു സമ്മറി നമുക്ക് മുന്നിൽ അവൈലബിൾ ആണ്. എഡിറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നേരെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് സ്റ്റേജ് 5ലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ, സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ സമ്മറി വന്നിട്ടുണ്ട്. എഡിറ്റ്സ് ഇല്ലെങ്കിൽ നേരെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് സ്റ്റേജ് നമ്പർ 6ലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഫോട്ടോ ചോദിക്കുന്നുണ്ട്, സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്, ഏജ് പ്രൂഫ്, മെട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റ് ഫോർ സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അതുപോലെ 10 ഓർ +2 മാർക്ക് ഷീറ്റ് തുടങ്ങിയത്. അതിനുശേഷം അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ നിങ്ങളൊരു ഏതെങ്കിലും പെർട്ടിക്കുലർ കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ, അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫെർദർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് താഴേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് 4 ആണ്. അപ്പോൾ നമുക്ക് അതിൽ 10 KB-ലും 100 KB-ലും ഇടയിൽ സൈസ് ഉള്ളത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ കണ്ടില്ല, സ്റ്റാർട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ക്യാൻസൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മാറ്റണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോട്ടോയിൽ മാറ്റം വരുത്തണമെങ്കിൽ ക്യാൻസൽ കൊടുത്തിട്ട് മറ്റേതെങ്കിലും ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നോക്കുക, 10 KB ആണ് മിനിമം സൈസ് എല്ലാത്തിനും ഇവിടെ ചോദിക്കുന്നത്. മാക്സിമം സൈസ് ഫോട്ടോയ്ക്കും അതുപോലെ സിഗ്നേച്ചറിനും 100 KB ആണെങ്കിൽ, ഏജ് പ്രൂഫ് അതുപോലെ മെട്രിക്കുലേഷൻ അതുപോലെ താഴേക്ക് വരുന്ന എല്ലാത്തിനും 200 KB വരെയാണ് മാക്സിമം സൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം ഓക്കെ ആയതിനു ശേഷം സ്റ്റാർട്ട് അപ്ലോഡ് ഒന്ന് കൊടുക്കുക. ഓക്കെ, എല്ലാം അപ്ലോഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് എല്ലാം, പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഡീറ്റെയിൽസും അത് ഇൻഫോർമേഷൻസും എല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. മോഡിഫൈ ദ സെക്ഷൻ എന്നുള്ള ഓപ്ഷൻസ് എല്ലാത്തിലും കാണിക്കുന്നുണ്ട്. മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം. ഇല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു
സ്റ്റേജ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഫോട്ടോ, സിഗ്നേച്ചർ, ഏജ് പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഫീസും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം ഫീ വരുന്നത് ഹിന്ദി എടുത്തതുകൊണ്ട് തന്നെ 4700 നമ്മുടെ പ്രോഗ്രാം ഫീ വരുന്നതെന്ന് ഇവിടെ കാണാം. എമൗണ്ട് ഇവിടെ കാണാം. ഡെവലപ്മെൻറ്റ് ഫീ ആയിട്ട് 200 രൂപയും ഫ്രഷ് അഡ്മിഷനോടൊപ്പം നമ്മൾ അടയ്ക്കണം. കൂടാതെ രജിസ്ട്രേഷൻ ഫീ 300 രൂപ. സോ 500 രൂപ നമ്മൾ എക്സ്ട്രാ കോഴ്സ് ഫീയോടക്കം, അതായത് പ്രോഗ്രാം ഫീയോടക്കം അടയ്ക്കേണ്ടതുണ്ട്. സോ ടോട്ടൽ 5200 രൂപയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഹിന്ദി കോഴ്സിന് വേണ്ടി അടയ്ക്കേണ്ടതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ കാണാം. അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പേയ്മെൻറ്റ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ സ്റ്റേജാണ്. ഇവിടെ നമ്മുടെ കോഴ്സ് ഫീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ റെഡി ആണ് എന്ന് ഉറപ്പ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക. ഇനി നമുക്ക് ഒരു എഡിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. സോ നമുക്കിനി പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ മുൻപിലുള്ളൂ. അത് ഒന്നെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 വഴി അല്ലെങ്കിൽ ഗോ ടു പേയ്മെൻറ്റ് ഗേറ്റ് വേ 2 എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഫ്രഷ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് പൂർത്തീകരിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം ജൂൺ 30 വരെ നമുക്ക് ഫ്രഷ് അഡ്മിഷന് വേണ്ട ഡേറ്റ് കയ്യിലുണ്ടെങ്കിലും വളരെ ഡിലേ ആക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് വെക്കുന്ന അനുസരിച്ച് ഇതൊരു വെബ്സൈറ്റ് ആണ്. പല കാരണങ്ങൾ കൊണ്ട്, പല ട്രാഫിക് കൊണ്ടും ഒരുപാട് ഹാങ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫ്രഷ് അഡ്മിഷൻ അതായത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് ഇന്നോ നാളെയോ അല്ലെങ്കിൽ തുടർന്നുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു കർമ്മം പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറയുക. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇഗ്നോ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടാതെ തന്നെ ഇഗ്നോ കോച്ചിങ്, നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇഗ്നോ കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ ഇവിടെ ഒരു ഗംഭീര പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ലേൺവൈസ്. 13 ഡിഗ്രി പ്രോഗ്രാമുകൾക്കും 5 PG പ്രോഗ്രാമുകൾക്കുമുള്ള ഫുൾ കോച്ചിങ് സപ്പോർട്ട് ലേൺവൈസിലൂടെ ലഭ്യമായിരിക്കും. ലേൺവൈസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എത്രയാണ് കോച്ചിങ് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട ഫീസ് വരുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിൽ അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് കൊടുക്കുന്നുണ്ട്, ടോപ്പിക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, വീഡിയോ ക്ലാസ്സുകൾ, കൂടാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ സഹായവും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇഗ്നോ റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ലേൺവൈസുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിലും, കോഴ്സ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ദൂരീകരിക്കാനായിട്ട് ലേൺവൈസ് എക്സിക്യൂട്ടീവുമായിട്ട് ഏത് സമയം വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് വേണ്ട നമ്പേഴ്സ് കൂടെ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്തായാലും ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഈ ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.